Dear students, നമ്മൾ ഇന്നൊരു തിയറം പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഒരു സെറ്റ് എസ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഐദർ എ ഫൈനൈറ്റ് സെറ്റ് ഓർ ഇറ്റ്സ് എ ഡെന്യൂമറബിൾ സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ വൺ കറസ്പോണ്ടൻസ് വിത്ത് the set of one correspondence with n, the set of all natural numbers up to n, a subset of n. Denumerable means it is in one correspondence with set of natural numbers itself. Okay, so a set is countable if and only if either this is true or this is true. And now we prove a theorem that a set is countable എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു വൺ കറസ്പോണ്ടൻസ് പ്രൂവ് ചെയ്യണമെന്ന് ഇല്ല. ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദർ ഇസ് എ സർജക്ഷൻ ഓൺ ടു ഫങ്ഷൻ ഫ്രം n to s. ഓക്കെ, ഫൈനൈറ്റ് ആണ് എങ്കിലും ഡെന്യൂമറബിൾ ആണെങ്കിലും if there you can prove that there is a surjection from n to s, and if there exists a surjection that is an onto function from n to s, you can prove that s is countable. അതേപോലെ തന്നെ വൺ കറസ്പോണ്ടൻസ് പ്രൂവ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എസിൽ നിന്ന് എന്നിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്, വൺ ഫംഗ്ഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ എന്താ പറയാൻ വന്നത് എസ് ഒരു ഡെന്യൂമറബിൾ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എസും എന്നും തമ്മിൽ ഒരു വൺ ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം എന്നില്ല. പിന്നെയോ എസിൽ നിന്ന് എന്നിലേക്ക് ഒരു വൺ ഫംഗ്ഷൻ ഉണ്ടെന്നോ അതല്ലെങ്കിൽ എന്നിൽ നിന്ന് എസിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെന്നോ ഇതിലേതെങ്കിലും പ്രൂവ് ചെയ്താൽ you can prove that it is either finite or denumerable. Okay, ഒന്നെങ്കിൽ എന്നിനോടോ അല്ലെങ്കിൽ എന്നോടോ അത് വൺ കറസ്പോണ്ടൻസിലായിരിക്കും. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് either this or this is true. ഇതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന തിയറം. ഓക്കെ, ഒന്ന് നോക്കൂ. തിയറം ഇതാണ്: S is a countable set if and only if there is a surjection onto function from n to s, if and only if there is an injection, that is one function from s to n. നമുക്കറിയാം, നമുക്കൊരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പി ക്യു ആർ മൂന്നും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് പി, പി ഇംപ്ലൈസ് ആർ, ആർ ഇംപ്ലൈസ് പി, Q implies R, R implies Q. ഇതെല്ലാം ഈ 6 സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, ഈ 6 സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കൂടി കൂട്ടിയാണ് ഈ എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് P implies Q, Q implies R, and R implies P. Okay, if you prove P implies Q, Q implies R, and R implies P, then you can prove any of these 6 conditional statements. Any of these 6 conditional statements can be proved from this. For example, Q implies P എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, since Q implies R and R implies P, Q implies P ആയിരിക്കും. ഓക്കെ, P implies R എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ P implies Q, Q implies R ആയതുകൊണ്ട് P implies R ആണ്. അങ്ങനെ ഏതൊരു സ്റ്റേറ്റ്മെന്റും നമുക്ക് ഇതിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാം. ഇപ്പം 6 സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഈ 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് 1 implies 2, 2 implies 3, and then 3 implies 1.
ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം പ്രൂഫ്. സോ ഫസ്റ്റ് we prove 1 implies 2. First we prove 1 implies 2. To prove 1 implies 2, first we assume that 1 is true. That is S is a countable set. S is a countable set എന്ന് assume ചെയ്യാം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എന്നിൽ നിന്ന് എസിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ട്, ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എസ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ there are 2 cases. Case 1, S is a finite set. Countable set means either a finite set or a denumerable set. So you have 2 cases, either a finite set and second case S is a denumerable set. So if S is a finite set, that means S is equivalent to NN, or you can write S has only n elements in it. What is NN? NN is 1, 2, 3, etc. n. That means S elements in എനിക്ക് ഇതിന് corresponding ആയിട്ട് 1 corresponding ആയിട്ട് S ഒരു element ഉണ്ടാവും, say A1. 2 corresponding ആയിട്ട് you will have A2. So the elements of S can be listed as the image of 1, the element corresponding to 1, the element corresponding to 2, A3 and so on, AN. So S is in 1 correspondence with the set 1, 2, 3, etc. Now we have to prove it is in one. There is an onto function from n to S. അപ്പോൾ നമുക്ക് വേണ്ടത് സെറ്റ് എന്നിൽ നിന്ന് സെറ്റ് എൻ, അതായത് 1, 2, 3, 4 എക്സെട്ര എന്നുള്ള സെറ്റിൽ നിന്ന് എസിലേക്ക് ഒരു 1 കറസ്പോണ്ടൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതുവാണെങ്കിൽ എന്നിൻ്റെ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് എൻ കിട്ടും. ബാക്കിയുള്ള എന്നിലെ എല്ലാ എലമെൻസിനെയും ഏതെങ്കിലും ഒരു എലമെൻറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ എന്നിലേക്ക് തന്നെ മാപ്പ് ചെയ്യുവാണെങ്കിൽ ക്ലിയർലി എസിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജസ് ഉണ്ടാവും. എസിലെ എലമെൻസിന് ഓൾറെഡി എന്നിൽ തന്നെ പ്രീ ഇമേജസ് ഉണ്ട്. 1 തുടങ്ങി n വരെയുള്ള സെറ്റിൽ തന്നെ പ്രീ ഇമേജസ് എല്ലാ എലമെൻസിനും കിട്ടി. ബാക്കിയുള്ള എലമെൻസിനെയും കൂടെ നമ്മൾ എന്നിലേക്ക് മാപ്പ് ചെയ്യുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ n will have more than 1 pre image. That's okay. Even though the function is not on 1, it will be on 2. അപ്പോൾ എന്താ നമ്മുടെ ഉദ്ദേശം? we are going to define an on to function. We define a function f from n to s by f of n is equal to, or f of k എന്നുള്ളത് n ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. f of k is equal to, f of 1 is a1, f of 2 is a2, f of k is ak for k equal to 1, 2, 3 etc. n, and after n for k equal to n plus 1 onwards, n plus 1, n plus 2 etc. we put it is equal to an. Clearly then f is onto. Okay, s is a onto. Every element of S has a pre-image, so f is onto. So we are through. Our requirement is satisfied. Now second case, S is denumerable. If S is denumerable, that is S is in 1 correspondence with the set of natural numbers n. That means there exists a bijection from n to S or S to n, which is 1, 1 and onto. Clearly f is an onto function. It is actually onto and 1, 1. So clearly f is onto. So first A implies B nalla നമ്മൾ പ്രൂവ് ചെയ്തു, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. Now we have to prove second statement implies the third. Now to prove 2 implies 3.
So we assume 2. What is 2? Assume that, suppose that there exists an onto function from n to s. Okay. So if n is like a onto function which assume ചെയ്തു, we have to prove there exists a one function from s to n. അപ്പോൾ n ൽ നിന്ന് s ലേക്ക് ഒരു onto function ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? onto function ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? s ലെ എല്ലാ ഇമേജസിനും പ്രീ ഇമേജസ് ഉണ്ട്. നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് to prove there exists a one function from g from s to n which is 1 1. Okay. Which is 1 1. ഇങ്ങനെ ഒരു ജി ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ആലോചിക്കാം. എസ്സിലെ ഓരോ എലമെന്റിനും നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്നിൽ നിന്ന് എസ്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിലെ ഓരോ എലമെന്റിനും എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 എക്സെട്ര ഇതിൽ നിന്ന് എസ്സിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എസ്സിൽ ഏതൊരു എലമെന്റ് നമ്മൾ എടുത്താലും അതിനൊരു പ്രീമേജ് ഉണ്ട് അണ്ടർ എഫ്. എഫ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് എസ്സിലേക്കാണ്. ഓക്കെ. അപ്പോൾ എസ്സിന് ഒരു പ്രീമേജ് ഇവിടെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു എലമെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാവും. എസ് എന്ന് പറഞ്ഞ ഏതൊരു എലമെന്റ് നിങ്ങൾ എടുത്താലും നമുക്ക് ഇവിടെ ഒരു എസ് എടുത്തു കഴിഞ്ഞാൽ എസ്സിന് ഇവിടെ ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, ഏതെങ്കിലും ഒരു നമ്പർ എം, where m is the pre-images of അതായത് എഫ് ഓഫ് എം ഈക്വൽ ടു എസ് ആവുന്ന ഒരു എം കണ്ടുപിടിക്കാം. ഇനി ചിലപ്പോൾ ഒന്നായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ടായേക്കാം. ഓക്കെ. വേറെ കാരണം ഈ ഫംഗ്ഷൻ എഫ് 1 1 ആണെന്ന് പറഞ്ഞിട്ടില്ല, ഓൺ ടു ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രീ ഇമേജസിൽ നിന്നും ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെന്റിനെ ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 1 ഫംഗ്ഷനാണ് വേണ്ടത്. ഒരെണ്ണം മാത്രം. കുറേ പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ കുറേ എണ്ണം എടുക്കരുത്, ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യുക. അങ്ങനെയാണ് 1 1 കിട്ടുക അല്ലേ. 1 1 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എലമെന്റിന് ഒരു ഇമേജ്, ഒരു മൾട്ടിപ്പിൾ പ്രീ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. വി ഡിഫൈൻ ജി ഫ്രം എസ് ടു എൻ ആസ് for every element s in capital S, g of s is defined as minimum of the pre-images. Say for example n in n where n is the pre-image of s under the function f. Okay. സോ അങ്ങനത്തെ പ്രീ ഇമേജസിൽ മിനിമം ആയിട്ട് നമ്മൾ എടുത്തു. അതായത് എന്താണ് ജി ഓഫ് എസ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ലീസ്റ്റ് എലമെന്റ് ഇൻ ദ സെറ്റ് ഓഫ് ഓൾ പ്രീ ഇമേജസ് ഓഫ് ദി എലമെന്റ് എസ്. ഓക്കെ. സോ ഈ സെറ്റിന്റെ മിനിമൽ എലമെന്റ് ആണ് നമ്മുടെ ജി ഓഫ് എസ്. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദിസ് ജി ഇസ് അവർ 1 1 ഫംഗ്ഷൻ. വി പ്രൂവ് ദാറ്റ് ജി ഇസ് 1 1. ടു പ്രൂവ് ജി ഇസ് 1 1 എങ്ങനെയാണ് ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? വി പ്രൂവ് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്. അതായത് ഇഫ് വി ടേക്ക് 2 എലമെന്റ്സ് വിത്ത് സെയിം ഇമേജ് വി ഹാവ് ടു പ്രൂവ് ദ എലമെന്റ്സ് ആർ ദ സെയിം. അതായത് സപ്പോസ് that g of s is equal to g of t. രണ്ട് എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. Let s and t be the elements taken from the set domain of g such that the images are the same. Images same ആണെങ്കിൽ എലമെന്റ്സും സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. g of s is equal to g of t എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ. ഇത് സപ്പോസ് എടുക്കാം.
we have to prove s is equal to t. ഇനി s is equal to t എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക വെച്ചാൽ നിങ്ങളൊന്ന് നോക്കിക്കോ. വാട്ട് ഇസ് എസ്? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് എസ്? എസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ദി എലമെന്റ്സ് ദി പ്രീ ഇമേജസ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എസ് ആവുന്ന എന്നുകളുടെ മിനിമം ആണ് നമ്മൾ ജി ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. സപ്പോസ് അതിന് നമുക്കൊരു പേര് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി ലിറ്റിൽ എം. ദെൻ വാട്ട് ഇസ് എം? ഇങ്ങനെ എഫ് ഓഫ് എമ്മും എന്താണ്? എസ് ആണ്. എഫ് ഓഫ് എമ്മും എസ് ആണ്. ഓക്കെ, എഫ് ഓഫ് എം എന്ന് പറയുന്നത് എസ് ആയതുകൊണ്ടാണ് ജി ഓഫ് എസ് എം എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? ഇനി വാട്ട് ഇസ് ജി ഓഫ് ടി? ജി ഓഫ് ടി ഇസ് and g of t is the minimum of n such that f of n is equal to t. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ എന്താണ് ഞാൻ ഓക്കെ, അത് അതിന്റെ ആവശ്യമില്ല. എഫ് ഓഫ് എൻ ടി ആവുന്ന എന്നുകളിൽ മിനിമം ആണ് ജി ഓഫ് ടി. അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് എം എന്താണ്? എസ് ആണ്. എഫ് ഓഫ് എം എസ് ആണ്. ആൻഡ് ദീസ് ആർ ദ സെയിം. ജി ഓഫ് എസും ഈക്വൽ ടു ജി ഓഫ് ടി എന്നാ പറഞ്ഞത്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞത്. അപ്പൊ ദീസ് ആർ ബോത്ത് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? g of s is equal to m means f of s is equal to s. g of t is equal to m means f of m is equal to t. Thus we get s is equal to f of m, which is equal to t. That is s is equal to t. Thus we have, when we assume g of s is equal to g of t, thus g of t, we have s is equal to t. That means g is 1 1. That is what we have to prove in this case. So we have proved 2 implies 3. Now it is enough to prove 3 implies 1. Now we have to prove 3 implies 1. Now to prove 3 implies 1. What is 3? So we assume 3. Assume that 3 is true. What is 3? Assume that there exists a 1 function from s to n. s to n ഒരു 1 function ഉണ്ടെന്ന് assume ചെയ്യാം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? To prove there exists onto function from n to s ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എസിൽ നിന്ന് എന്നിലേക്ക് ഒരു 1 ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താന്ന് നോക്കിയേ, ഒന്നുകൂടെ നോക്കൂ. ജി ഇസ് എ 1 ഫംഗ്ഷൻ ഫ്രം എസ് ടു എൻ. നമുക്കറിയാം ഒരു 1 ഫംഗ്ഷൻ, ഇപ്പോൾ എയും ബി എന്ന് പറഞ്ഞിട്ട് 2 സെറ്റിൻ്റെ ഇടയ്ക്ക് ഒരു 1 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എഫ് എന്ന് പറഞ്ഞ 1 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഇമേജ് ഉണ്ടാവും അല്ലേ? A1 ഒരു ഇമേജ് ഉണ്ടാവും B1, A2 ഒരു ഇമേജ് ഉണ്ടാവും B2, അങ്ങനെ A3 ഒരു ഇമേജ് ഉണ്ടാവും B3. സപ്പോസ് എക്ക് 3 എലമെന്റ്സ് ഉള്ളെങ്കിൽ ബി ഇതൊരു 1 ഫംഗ്ഷൻ ആണ്. അല്ലാതെ ഒരിക്കലും A1ന്റെ ഇമേജ് A2ന്റെ ഇമേജ് ആയിരിക്കില്ല. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇവിടുത്തെ എലമെന്റ്സ് എന്തൊക്കെയാണോ അതിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇവിടെ ഉണ്ടാവും. ഇനി 1 2 അല്ലെങ്കിൽ ഇവിടെ വേറെ എലമെന്റ്സ് ഉണ്ടാവാം. എങ്കിലും ഒരു 1 ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റേഞ്ച് സെറ്റ് നോക്കിയാൽ, any 1 function, when it is considered as a function from the domain to the range set, it is 1 1 and on 2. Right? If you consider this same f from a1 a2 a3 as a function from a to b1 b2 b3, it is clearly 1 1 and on 2. So what is this set? This is actually a subset of B. This is actually a subset of, which is the range set of F, which is, you can write it as f of A. So if you have a 1 1 function, from S to N,
the same function g considered as a function from S to the range set g of s is 1 1 and onto 1 1 and onto. It is a bijection. It is a bijection. Now what can you tell about g of s? G of s എന്ന് പറയുന്നത് clearly it is the range set. Range set is a subset of the codomain. So it is a subset of the codomain n and n നെ പറ്റി നമുക്ക് എന്തറിയാം? n is a denumerable set or countable set. Denumerable no അല്ലെങ്കിൽ countable no പറയാം. And we have already proved a theorem that a subset of a countable set is countable. Therefore you can say g of s is also countable. g of s is countable. g of s is countable. Now g of s is countable എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജി ഓഫ് എസ് കൗണ്ടബിൾ ആണ്. ഇനി ജി എന്ന് പറയുന്നത് എസിൽ നിന്ന് ജി ഓഫ് എസിലേക്ക് ഉള്ള ഒരു 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷനും ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഇക്വലന്റ് ടു ജി ഓഫ് എസ്. ഇഫ് ദർ ഇസ് എ 1 1 കറസ്പോണ്ടൻസ് എസ് ഇസ് ഇക്വലന്റ് ടു ജി ഓഫ് എസ്. ഓക്കെ, സോ ജി ഓഫ് എസ് കൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ സിൻസ് എസ് ഇസ് ഇക്വലന്റ് ടു ജി ഓഫ് എസ്, എസ് ഇസ് ഓൾസോ countable. S is also countable. That is our statement 1. 1 is satisfied. Okay, so we have proved one condition, statement 1 from condition 3. So we have already proved എന്തൊക്കെയായി നമ്മൾ 1 implies 2 എന്ന് പ്രൂവ് ചെയ്തു, 2 implies 3 എന്ന് പ്രൂവ് ചെയ്തു, 3 implies 1 എന്ന് പ്രൂവ് ചെയ്തു. That is these three statements 1 2 and 3 are all equivalent. Okay.